ഹലോ, എന്നാണ്ട്? അപ്പോൾ രാവിലെ രാവിലെ അല്ല, ഉച്ച കഴിഞ്ഞിട്ട് വന്നപ്പോൾ നേരെ പോയിട്ട് ബിരിയാണി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അലക്കാനുള്ള പരിപാടി. അപ്പോൾ അലക്കി കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേനും പള്ളിയിൽ പോയി. അപ്പോൾ ഒരു ചായ അങ്ങനെ കുടിച്ച് റൂമിലേക്ക് പോയേക്കാന്ന് പറഞ്ഞിട്ട് നേരെ റൂമിൽ ചെന്നു. ഇവിടെ ഒരുത്തൻ കയ്യോറയൊക്കെ ഇട്ടിട്ട് ഗെയിം കളിക്കുന്നു. ചുമ്മാ വെടികൊണ്ട് ചാവാനാ. ഇത് ഏത് ഗെയിമാണെന്ന് മനസ്സിലായൊരു കമൻറ്റ് ചെയ്യണേ. വൈകുന്നേരം ആയപ്പോൾ നേരെ പോയി ഫുഡ് കഴിച്ച് നേരെ ആലുവയ്ക്ക് വിട്ടു. ദേ ഈ കാണുന്ന വീട് മനസ്സിലായവരുണ്ടോ? ഇത് നമ്മുടെ ദിലീപേട്ടനെ കാവ്യചേച്ചിയുടെ വീടാണ് കേട്ടോ. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അവരുടെ വീടിൻ്റെ നേരെ റൈറ്റ് സൈഡിലോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു പാലം കാണാവേ. ആലുവ മണപ്പുറത്തേക്ക് പോകുന്ന വഴി കേട്ടോ. അവിടെ നമുക്ക് ആലുവ ശിവക്ഷേത്രമൊക്കെ കാണാം. അപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ രണ്ടുപേരൂടെ ഇങ്ങനെ തന്നെ ഏതോ ഒരു കലാകാരൻ്റെ കഴിവാട്ടോ കാണുന്നത്. ഇത് വരച്ച ആളെ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. സംഭവം ഏതായാലും കൊള്ളാം. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ വിമാനം പൊങ്ങുകയും താഴുകയും ചെയ്യുന്ന സ്ഥലമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങോട്ടേക്ക് പോയി. വേറൊന്നുമല്ല, നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ സൈഡിൽ തന്നെയുള്ള ടേക്ക് ഓഫ് കഫേ ഉണ്ട്. അപ്പോൾ ആ ലൊക്കേഷൻ വെച്ചാൽ നമുക്കവിടെ ചെല്ലാൻ പറ്റും. ടേക്ക് ഓഫ് കഫേ, ഗൂഗിളിൽ ടേക്ക് ഓഫ് കഫേ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ നേരെ വിട്ടാൽ മതി. അതല്ലാണ്ട് അവിടെ ആ സൈഡിൽ പോയി നിന്നാൽ, അതായത് ആ റൺവേയുടെ ഫ്രണ്ടിൽ പോയി നിന്നാൽ പോലീസുകാർ നോർ പാർക്കിംഗ് ഏരിയ, അവിടെ നിന്ന് നല്ല ഫൈൻ കിട്ടും. അവർ ഒരു ഫോട്ടോ എടുത്ത് പോവുകയും ചെയ്യും. ഇവിടെ നിൽക്കുകയാണെങ്കിൽ അതാ ഇതുപോലെ ഇങ്ങനെ പോകുന്ന കാണാം, നല്ല രീതിയിൽ അടുത്ത് കാണാം. ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ ഏകദേശം ഒരു 5-6 വിമാനം ഒരു അരമണിക്കൂറിൽ ലാൻഡിങ്ങും ടേക്ക് ഓഫ് ഒക്കെ ചെയ്യുന്നത് കണ്ടു കേട്ടോ. അവിടെ അടുത്തടുത്ത് അടുപ്പിച്ചടുപ്പിച്ച് വിമാനങ്ങൾ വരുന്നുണ്ട്. അവിടെ നിന്നൊരു ചായ മേടിച്ച് ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കാം. സംഭവം ഇത് കണ്ടില്ലാത്തവരുണ്ടെങ്കിൽ, എറണാകുളത്ത് നിൽക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണണം കേട്ടോ. സംഭവം ഒരു രസമാണ്. അപ്പോൾ എറണാകുളത്ത് നിങ്ങളെ റൂംമേറ്റിനെ അയച്ചു കൊടുക്കും കേട്ടോ. എന്നിട്ട് നേരെ വണ്ടി എടുത്ത് പോകാം. ഒരു ഞായറാഴ്ച വൈകുന്നേരമൊക്കെ അങ്ങ് പോയി ഒരു ചായ കുടിച്ച് വിമാനം പൊങ്ങുന്നതും താഴുന്നതും കണ്ട് ആസ്വദിക്കാമെന്ന് പറ കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി, റൂമിലേക്ക് പോയി. റൂമിൽ ചെന്ന് കുറച്ച് നേരം ക്യാൻഡി ക്രഷ് കളിച്ചു കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പോൾ ശരി.